അതെടുത്തിട്ടുണ്ടല്ലേ? അതിലെവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് ഞാൻ ദളിതിനെയോ സ്ത്രീകളെയോ മോശമാക്കി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അങ്ങോട്ട് ഞാൻ പരമാവധി ക്ഷമാപണം ചെയ്യാം. ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഒരു വാക്കിലെങ്കിലും ഈ രണ്ട് കൂട്ടരെ മോശമാക്കി പറഞ്ഞിട്ടുണ്ടോ ഞാൻ? ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ക്ഷമാപണം ചെയ്യാം. അല്ല, നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻസ് ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾക്ക് എന്തും ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇത് അവർക്ക് എനിക്ക് ഏറ്റവും ആൾക്ക് ഇഷ്ടപ്പെടാതെ പോയത് ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ട്രെയിനിങ്ങിന് ഒരു അറിവുകേട് കൊണ്ടാണ് അതിനെതിരെ പറയുന്നത്. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസ് കൊണ്ട് തന്നെ പഠിച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും. കാരണം ലോകത്ത് ദിവസം കഴിയുന്തോറും ഓരോ പുതിയ കാര്യങ്ങൾ സിനിമയുടെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ടെക്നോളജിയിൽ, അതിൻ്റെ സൗന്ദര്യശാസ്ത്രത്തിൽ ഒക്കെ ഓരോ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ യാതൊരു പശ്ചാത്തലവും ഇല്ലാതെ, യാതൊരു മുൻപരിചയവും ഇല്ലാതെ ആദ്യമായിട്ട് സിനിമ എടുക്കുന്നവർക്കാണ് കൊടുക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ പടം എടുക്കാനുള്ള ധനസഹായം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു കുറഞ്ഞൊരു 3 മാസത്തെ ഓറിയൻറ്റേഷൻ കൊടുക്കണം. കാരണം നമ്മൾ കവിത എഴുതുന്നു, കഥ എഴുതുന്നു, അതിനൊക്കെ അക്ഷരജ്ഞാനം വേണ്ടേ? അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്ന ഒരു വേറൊരു ഭാഷയാണ് സിനിമയുടെ ഭാഷ. നമുക്കെല്ലാവരും വിചാരിക്കുന്ന കുറേ നടന്മാർ വന്ന് അഭിനയിച്ച് കഴിയുമ്പോൾ സിനിമയാവുന്നു. അങ്ങനെ ആവത്തില്ല. അതിന് ഒരുപാട് സാങ്കേതികവും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനെപ്പറ്റി നല്ല ധാരണയോടുകൂടി വേണം ആളുകൾ സിനിമ എടുക്കാൻ. പിന്നെ ഗവൺമെൻറ് ഫൈനാൻസ് ചെയ്യുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാമൂഹ്യ പ്രസക്തി വേണം. അതിന് സൗന്ദര്യശാസ്ത്രപരമായിട്ടും സാങ്കേതികമായിട്ടുമൊക്കെ മികവുള്ളതായിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതെങ്ങനെ ഉണ്ടാവും? അത് പടം എടുക്കുന്ന ആളിന് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സിനിമ ഒരാളുടെ പേരിൽ സിനിമയ്ക്ക് പണം കൊടുക്കുന്നു, വേറെ ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. എങ്കിൽ പോലും അവരുടെ ഒരു സിനിമ എടുത്ത് അപ്രത്യക്ഷമായി പോകരുത് ഈ വരുന്നവർ. അവർക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരമാണ് സിനിമാ രംഗത്തേക്ക് വരാനായിട്ട്. അവർ പഠിച്ച് ഈ രംഗത്ത് തുടർന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളും ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ നിന്ന് വരുന്നവരും അവർ ഈ രംഗത്ത് തുടർന്നും ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഗുണത്തിന് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം അവരുടെ ഉന്നമനം എന്ന് പറയുന്നത് എൻ്റെയും ലക്ഷ്യമാണ്. അല്ലാതെ അവരെ മോശപ്പെടുത്തി അവരെ നികൃഷ്ടരായിട്ട് കാണുകയല്ല ചെയ്യുന്നത്. അവരെ വേണ്ടത്ര രീതിയിൽ അവരെ പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞതാണ്. അതിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അവരെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ കാര്യമല്ല. അത് പഠിച്ചേ പറ്റുള്ളൂ. ആരും പഠിക്കുന്നു? നിങ്ങൾ ചെയ്യോ സിനിമ? നിങ്ങൾ സിനിമ തയ്യാറാണോ? ആണോ? നിങ്ങൾ താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ സിനിമയെ പറ്റി പഠിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പച്ച മലയാളത്തിലാണ് പറയുന്നത്. സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനോടുള്ള ആഗ്രഹം മാത്രം പോരാ, അത് പഠിക്കണം. പഠിക്കാനായിട്ടൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ ഇപ്പോൾ സമയമില്ല. ഇപ്പോൾ അവർക്കൊരു ഒരു പ്രോജക്റ്റിന് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ വലിയ സമയമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വിദഗ്ധന്മാരുടെ മേൽനോട്ടത്തിൽ 3 മാസമെങ്കിലും, കുറഞ്ഞത് 3 മാസമെങ്കിലും അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. കാരണം ഈ ഭാഷയെ പരിചയപ്പെടുത്തണം. അവർക്ക് നമ്മുടെ ഭാഷയിൽ ഭേദപ്പെട്ട സിനിമകൾ ഉണ്ടാകണം. അവർക്ക് അവസരം കൊടുക്കുക മാത്രമല്ല, മലയാളത്തിൽ നല്ല ഭേദപ്പെട്ട, അത് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്.